എല്ലാ രീതിയിലും ചർച്ച ചെയ്ത് ആ സമവായം ഉണ്ടാക്കിയിട്ട് പോലും ഞങ്ങൾക്ക് ഒത്തിരി വിഷമമുണ്ടായി. കേട്ടുകൊണ്ടിരിക്കുന്ന സാധാരണക്കാരനായ ഒരാളെന്ന നിലയിൽ എനിക്ക് ഇതിന് തോന്നുന്ന പരിഹാരം എന്താണെന്ന് അറിയാമോ? എറണാകുളം അങ്കമാലി അതിരൂപത ലത്തീൻ സഭയിൽ ലയിക്കുക, പ്രശ്നം തീരും. അങ്ങനെ നടക്കില്ലല്ലോ. അങ്ങനെ നടക്കുകയാണെങ്കിൽ വിഷയം തരുന്നില്ല. അങ്ങനെ നടക്കില്ലല്ലോ. അതിൻ്റെ ആവശ്യമില്ലാന്ന്. എറണാകുളം അതിരൂപതയ്ക്ക് ഒരു ലിറ്റർജിക്കൽ വേരിയന്റായി ഈ കുർബാന അനുവദിച്ചാൽ പ്രശ്നം തുറഞ്ഞു. മനസ്സിലാവുന്നുണ്ടോ? ഞാൻ പറഞ്ഞില്ലേ, കോട്ടയം രൂപതയിൽ 1000 പേർക്ക് വേണ്ടി വേറൊരു വേരിയന്റ് അനുവദിക്കാമെങ്കിൽ ഈ 6 ലക്ഷം പേർക്ക് വേണ്ടി ഒരു വേരിയന്റ് അനുവദിച്ചാൽ എന്താ കുഴപ്പം? അതുകൊണ്ട് ഇതല്ല പ്രശ്നം. എറണാകുളത്തിൻ്റെ സ്ഥാപനങ്ങൾ, എറണാകുളത്തിൻ്റെ പള്ളികൾ, എറണാകുളത്തിൻ്റെ അസ്തിത്വം, ഇതൊക്കെയാണ് ചില പ്രശ്നങ്ങൾ. എറണാകുളത്തിൻ്റെ സാമ്പത്തിക ഒരു സ്റ്റെബിലിറ്റി, എറണാകുളത്തിൻ്റെ പാരമ്പര്യം, ഇതൊക്കെയാണ് പ്രശ്നം. അത് തകർക്കും. ഇത് 100 വർഷം മുമ്പ് ഹൈറാർക്കി രൂപതമായ ഇവിടെ റിജു കാഞ്ഞുകാരൻ ചൂണ്ടിക്കാട്ടുന്ന ചില സ്റ്റാറ്റിസ്റ്റിക്സ് ഉണ്ട്. അത് വളരെ വളരെ പ്രധാനമാണ്. എറണാകുളം അങ്കമാലി അതിരൂപത വിശ്വാസികളുടെ എണ്ണം കൊണ്ടും സ്ഥാപനങ്ങളുടെ ആധിക്യം കൊണ്ടും സമ്പത്ത് കൊണ്ടും ഏറ്റവും മുന്നിൽ നിൽക്കുന്ന അതിരൂപതകളിൽ ഒന്നാണ്. അവിടെ മറ്റ് അതിരൂപതകളിൽ നിന്നുള്ള മെത്രാന്മാർ ചേർന്ന് അവരുടെ ആരാധനാക്രമം തീരുമാനിക്കുന്നു എന്ന വളരെ അസ്തിത്വപരമായ ഒരു പ്രശ്നം അവർ നേരിടുന്നു എന്നാണ് റിജുവിൻ്റെ വാക്കുകളിൽ നിന്ന് മനസ്സിലാവുന്നത്. ഇതാണോ യഥാർത്ഥത്തിൽ തർക്കം? ഇപ്പൊ ഇതിന്റെ തലക്കെട്ടിൽ തന്നെ പറയുന്ന പോലെ തർക്കം കുർബാന മാത്രമോ എന്നുള്ള ചോദ്യമാണല്ലോ നമ്മൾ ഇതിന്റെ തലക്കെട്ടായിട്ട് ഉന്നയിച്ചിരിക്കുക, ടൈറ്റിൽ. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. ഈ തർക്കം എന്ന് പറയുന്നത് ഇപ്പോ പറയുന്ന ആൾക്കാരാഭിമുഖ കുർബാനയോ അല്ലെങ്കിൽ ആൾക്കൂട്ടാഭിമുഖ ജനാഭിമുഖ കുർബാനയോ എന്നുള്ളതിനപ്പുറത്ത് ഈ തർക്കം എന്ന് പറയുന്നത് എത്രയോ കാലമായിട്ട് നടക്കുന്നതാണ്. അതായത് ചങ്ങനാശ്ശേരി രൂപത അടക്കമുള്ള, അതിരൂപത അടക്കമുള്ള ആ ഭാഗത്തുള്ള പാല, കാഞ്ഞിരപ്പള്ളി അടക്കമുള്ള പറഞ്ഞവർ അങ്ങനെയുള്ള രൂപതകളെല്ലാം ആദ്യ കാലം മുതലേ, അതിൽ ആർച്ച് ബിഷപ്പുമാർ പൗസിലിന്റെ കാലമുണ്ട്, കർദിനാൾമാർ പാറക്കാട്ടിലിന്റെ കാലമുണ്ട്. ആ കാലഘട്ടം മുതൽ അതിനിടയ്ക്ക് ഒരുപാട് വെള്ളം ഈ പറഞ്ഞ പെരിയാറ്റിക്കൂടെയൊക്കെ ഒഴുകിപ്പോയി, ഈ പറഞ്ഞ മീനച്ചിലാറ്റിക്കൂടെയൊക്കെ ഒഴുകിപ്പോയി. പക്ഷേ ഈ പറഞ്ഞ ഈ കൽതായ ആഭിമുഖ്യം അല്ലെങ്കിൽ ആ സിറിയൻ പാരമ്പര്യത്തിൽ നിന്ന് ഒട്ടും വ്യതിചലിക്കാൻ, അല്ലെങ്കിൽ ആ പാരമ്പര്യമാണ് മാർത്തോമായുടെ പാരമ്പര്യം. മാർത്തോമാ ശ്ലീഹ നേരിട്ട് വന്ന് ഇവിടെ എന്താ പറയാ ക്രൈസ്തവ സഭയിലേക്ക് മാറ്റിയവരാണ്, അല്ലെങ്കിൽ കൊണ്ടുവന്നവരാണ് ഇവിടുത്തെ സീറോ മലബാർ സഭയുടെ മുൻഗാമികൾ എന്ന് പറഞ്ഞ ആ സിറിയൻ പാരമ്പര്യം. അതാണ് ഞങ്ങളുടെ ആ പൗരസ്ത്യ പാരമ്പര്യമാണ് ഞങ്ങളുടെ ഐഡന്റിറ്റി. അത് വിട്ട് ഒരു കളിക്കും തയ്യാറില്ല എന്നൊരു നിലപാട് ആദ്യ കാലം മുതലേ ചങ്ങനാശ്ശേരി അതിരൂപതയും അതിനോട് ചേർന്നുള്ള കുറെ രൂപതകളും എടുത്തിരുന്നു. പക്ഷെ പാറക്കാട്ടിൽ തിരുമേനിയുടെ കാലം മുതൽ തന്നെ എറണാകുളം അതിനെ അംഗീകരിച്ചിരുന്നില്ല. അവര് അന്ന് കാലത്ത് ഓർമ്മയുണ്ടാവും ഈ പറഞ്ഞ പോലെ ഭാരതീയവൽക്കരണത്തിലേക്കൊക്കെ കൊണ്ടുവന്നതൊക്കെ. പക്ഷെ അതൊക്കെ പിന്നീട് എവിടെയൊക്കെ പോയി അതൊക്കെ എടുത്ത് കളഞ്ഞു. ഒരു പരിധിവരെ ഇപ്പൊ സംഭവിച്ചിരിക്കുന്നത് വെച്ചാൽ അന്ന് കുറെ മറ്റു രൂപതകൾ, ഉദാഹരണത്തിന് തൃശ്ശൂരും ഇരിഞ്ഞാലക്കുട അടക്കമുള്ള പല രൂപതകളും എറണാകുളത്തിനോടൊപ്പം ചേർന്ന് അതുകൊണ്ട് ആഗ്രഹിച്ചതുപോലെ ഈ കൽതായവൽക്കരണം അതിന്റെ പൂർണ്ണ അർത്ഥത്തിൽ നടപ്പാക്കാൻ കഴിഞ്ഞില്ല. അതിൽ കുറെ കാര്യങ്ങൾ വേറെ ഉണ്ട്. അതൊന്നും പറയാൻ അത്രത്തോളം ഇത് പറയാനുള്ള ഒരു സമയമല്ല, എനിക്കത് മുഴുവൻ പറയാൻ ഞാൻ ആളുമല്ല.